ഹലോ ഐശ്വര്യ ഹിയർ. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടായിരിക്കും വെയിറ്റ് ലോസ് ജേർണി. അതായത് എന്താണ് ഈ സീൻ ആൻഡ് ചാലഞ്ച്? അതുപോലെ ഈ സീൻ ആൻഡ് ചാലഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് ആവോ? മനുഷ്യന്മാരെ പാടുപെട്ടിട്ടാണ് 1 kg എങ്കിലും ഒരു മാസത്തിൽ കുറയ്ക്കുക. അപ്പൊ ഈ 9 ഡേയ്സ് കൊണ്ട് എത്ര kg കുറയാനാ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 9 ഡേയ്സ് കൊണ്ടിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റൂട്ട. എത്ര kgs എന്ന് ചോദിക്കുവാണെങ്കിൽ 3 to minimum 9 kgs നിങ്ങൾക്ക് ഈ സീൻ ആൻഡ് ചാലഞ്ച് എടുക്കുവാണെങ്കിൽ ലോസ് ചെയ്യാൻ പറ്റും. എന്താ ഉറപ്പ്? ഞാനാണ് ഉറപ്പ് കേട്ടോ. കാരണം ഈ 9 ഡേയ്സിന്റെ ചാലഞ്ച് എടുത്ത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഓക്കെ, ഈ സീൻ ആൻഡ് ചാലഞ്ചിന്റെ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഇതാണ്, അതായത് 60.75 kgs. ഈ സീൻ ആൻഡ് ചാലഞ്ച് കഴിഞ്ഞപ്പോഴോ അത് എത്ര kgs ആയി കാണും? 3.7 kgs ആയിരുന്നു കേട്ടോ ഈ 9 ഡേയ്സിൽ ഇട്ട് കുറച്ചിട്ടുണ്ടായത്. നിങ്ങൾ പല ആൾക്കാരും 1 kg കുറയ്ക്കാൻ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പാടുപെടുന്നുണ്ടായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ ഡയറ്റ് എടുത്തും അതുപോലെ ഭയങ്കരമായിട്ട് കാർഡിയോ ചെയ്തും വർക്കൗട്ട് ചെയ്തും. പക്ഷേ അത്യാവശ്യം നല്ല സിമ്പിൾ ആയിട്ടൊരു ഡയറ്റില് ഒരുപാട് വർക്കൗട്ടിന് വേണ്ടി എഫേർട്ട് ഇടാതെ ജസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ലോ ഇന്റൻസിറ്റി വർക്കൗട്ട് ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റിയാലോ? ഓക്കെ, എന്താണ് ഈ സീൻ ആൻഡ് ചാലഞ്ച് എന്ന് പറയുന്നതിന് മുന്നേ എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഐശ്വര്യ എന്നാണ്. FLP ഇന്റർനാഷണൽ മാനേജർ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്റെ കമ്പനിയിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. വെയിറ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടും കുറച്ചധികം പ്രൊഡക്ട്സ് ഉണ്ട്. അതിലൊരു കോംബോ ആണ് സീൻ ആൻഡ് ചാലഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സീൻ ആൻഡ് ചാലഞ്ചിൽ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ടാവും. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തും വർക്കൗട്ടും ഡയറ്റും എടുത്തിട്ടായിരിക്കും നമ്മൾ ഈ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, 9 ദിവസത്തിൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഗൈഡ് ചെയ്യാനായിട്ട് FLPയുടെ ടീം ഉണ്ടായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ 9 ദിവസം ചെയ്ത കാര്യങ്ങൾ ഷോർട്ട് വീഡിയോസ് ആയിട്ട് മെയ് 5-ാം തീയതി ഡേ 1 തൊട്ട് ഡേ 1 ആയിട്ട് 9 ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അതുവഴിയും ഈസി ആയിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളതും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും എങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് ഞാനും നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരുന്നുണ്ടായിരിക്കും. ഓക്കെ, ഈ സീൻ ആൻഡ് ചാലഞ്ചിൽ നമുക്ക് വരുന്ന പ്രൊഡക്ട്സ് ഞാൻ പറഞ്ഞുതരാം. RG+, അലോവേറ ഡ്രിങ്ക്, ഫൈബർ, ഗാർസീനിയ പ്ലസ്, ഈ 4 പ്രൊഡക്ട്സ് കൂടാതെ നമ്മുടെ പ്രോട്ടീൻ ഷേക്ക്. ഈ 5 പ്രൊഡക്ട്സ് ആയിരിക്കും നമുക്ക് ഈ കോംബോയിൽ വരുന്നുണ്ടാവാം. ഓക്കെ, ഈ 9 ദിവസത്തിൽ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഡയറ്റ് കാര്യങ്ങൾ ഈ 4 hour തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് കോംബോ എടുത്തിട്ട് ബുക്ക്ലെറ്റ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിലൂടെയും ചെയ്യാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ FLPനെ സംബന്ധിച്ചിടത്തോളം ഓരോ മന്തും ചാലഞ്ച് അവർ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്, സീൻ ആൻഡ് ചാലഞ്ച്. സോ അതിൽ നിങ്ങൾ സൈൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 9 ദിവസത്തേക്ക് 4 hourന്റെ ടീം തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. എക്സസൈസിന്റെ വീഡിയോസ് ഉൾപ്പെടെ ഏത് ടൈമിൽ കഴിക്കണം എന്നുള്ളതും ആ ടൈമിലെല്ലാം നിങ്ങളെ ഇൻഫോം ചെയ്യാനും FLP നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ സീൻ ആൻഡ് ചാലഞ്ച് പാടാണോ എളുപ്പമാണോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അത്ര പാടൊന്നുമല്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം 4 hour വരുന്ന ടൈമിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് ജൂൺ 2023-ലാണ്. ആ ടൈമിൽ എൻ്റെ രൂപം എന്ന് പറയുന്നത് ഈ ഫോട്ടോയിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് മാനേജർ ആവുന്നത് വരെയും എനിക്ക് വേറെ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷെ മാനേജറായി അത്യാവശ്യം നല്ല രീതിയിൽ ലേൺ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് പ്രേമം ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ഫുഡ് കഴിക്കായിരുന്നു. അതും വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡല്ല, ഫാസ്റ്റ് ഫുഡ്. അതും സ്വിഗ്ഗി ഓർഡർ ചെയ്തിട്ട് ഡെയിലി 3 ടൈംസ് വരെ 3 ടൈംസും 4 ടൈംസും വെളിയിലത്തെ ഫുഡ് കഴിക്കുന്ന ഒരു ടൈം എനിക്കുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലല്ല ഞാൻ വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ പണ്ടത്തെ രൂപ എടുക്കുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം സ്ലിം ആയിരുന്നു. അത്യാവശ്യം അതിൻ്റെ പേരിൽ ഫാമിലിയിൽ നിന്നൊക്കെ കുറച്ചധികം കാര്യങ്ങൾ കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ടൈമിൽ എൻ്റെ വെയിറ്റ് ഓക്കെ ആയിരുന്നു. എനിക്ക് വണ്ണമാണ് ഞാനെന്നായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായത്. പക്ഷെ എൻ്റെ വെയിറ്റ് കൂടിയതിൽ എനിക്ക് സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് കഴിച്ച് വെയിറ്റ് കൂടിയപ്പോഴത്തേക്ക് ഓക്കെ, ഇനി ആരും എന്നെ കുറ്റം പറയില്ലല്ലോ, ഫാമിലി കുറ്റം പറയില്ലല്ലോ, ഞാൻ വണ്ണം വെച്ചില്ലേ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ വെയിറ്റ് കൂടിയതിൽ എനിക്ക് സന്തോഷമാണ്. പക്ഷെ കുറച്ചധികം വെയിറ്റ് എനിക്ക് കൂടിപ്പോയി. ഞാൻ ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സുകളിൽ ഞാൻ കംഫർട്ടബിൾ അല്ലാതായി. ഇതാണ് എന്നെ മെയിൻ ആയിട്ടുള്ള എൻ്റെ ബോഡീനെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പെട്ടൊരു ടൈം ഉണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നല്ല രീതിയിൽ ഞാൻ എടുക്കുന്ന ഫോട്ടോസിൽ ഞാൻ ഇടുന്ന ഡ്രസ്സിൽ ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു ഞാൻ. നിങ്ങളും അങ്ങനെയുള്ള ആൾക്കാർ കാണും. പെട്ടെന്ന് എന്നെ പോലെ ചിലപ്പോൾ വെയിറ്റ് ലോസ് കൂടിയ ആൾക്കാരാണ്. കുറെ കാലമായിട്ട് വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും ബോഡി അതിന് ഒത്ത് നിങ്ങളുടെ കൂടെ നിൽക്കാതെ വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ്. ഏതൊരു രീതിയിലുള്ള ആളായിക്കോട്ടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സീനൻ. കാരണം ഞാനും സീനൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വെയിറ്റ് ലോസ് ചെയ്യുമെന്ന് അറിയാം. പക്ഷെ എങ്ങനെയാണ് എന്താണ് എന്നൊന്നും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇന്ന് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തു. ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ വെയിറ്റ് കൂടിയ ടൈമിൽ ഒരു ചെറിയ ഡിപ്രഷനൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഭയങ്കര സ്ലിം ആയിരുന്നു. ഞാൻ ഒരു ഫോട്ടോ കാണിക്കാം ഇവിടെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സ്ലിമ്മിൽ നിന്ന് ഞാൻ പെട്ടെന്ന് ഈ ഒരു രൂപത്തിലോട്ട് മാറി. അതും പെട്ടെന്നാണ് കേട്ടോ. ഒരു ജസ്റ്റ്
2 or 3 months പെട്ടെന്ന് ഞാൻ ബൾക്കായപ്പോൾ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ജിമ്മിൽ മെമ്പർഷിപ്പ് എടുത്ത് ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നു, PT എടുത്തു. പക്ഷെ എന്നെ കൊണ്ട് ഡയറ്റ് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്യും, 3 days മാക്സിമം പോകും, ഞാൻ ഡ്രോപ്പ് ചെയ്യും, ജിമ്മ് ഞാൻ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ 2-3 പ്രാവശ്യം ഞാൻ ജിമ്മിൽ ഡ്രോപ്പ് ചെയ്ത് വീണ്ടും ജിമ്മിൽ പോയിട്ടായിരുന്നു വർക്കൗട്ട് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് മാനേജേഴ്സ് ആയിട്ട് ഞങ്ങൾ ഈ സീനിയർ ചാലഞ്ച് എടുക്കുന്നത് ഡിസൈഡ് ചെയ്തതും എടുത്ത് സീരിയസ്ലി എന്തുകൊണ്ടാണെന്നറിയില്ല സക്സസ്ഫുള്ളി എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഓരോ ഡേയ്സും ബെറ്റർ ആയിട്ട്, കാരണം ഒരു ഡേയിൽ തന്നെ, അതായത് ഫസ്റ്റ് ഡേയിൽ എനിക്ക് ലോസ് ആയത് 1 kg ആണ്. അതായത് day 1 സ്റ്റാർട്ട് ചെയ്തു, day 2 മോർണിംഗ് എണീറ്റ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 1 kg ലോസ് ആയി. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഇത് ഞാൻ വിചാരിച്ച കാര്യമല്ല, വിചാരിക്കുന്ന രീതിയിൽ ലോസ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ നോക്കിയാൽ മനസ്സിലാവും, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 to 9 kgs നമുക്ക് ലോസ് ചെയ്യാനായിട്ട് പറ്റും. അത് ഓരോ ആളുടെ ബോഡി അനുസരിച്ച് അത് ഡിഫറെന്റ് ആവും കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സീനിയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3 to maximum 4 kgs മാത്രം ലോസ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ പണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്ലിം ആയിട്ടുള്ള ഒരാളായിരുന്നു, ഇപ്പൊ കുറച്ച് ബൾക്ക് ആയിട്ടുള്ള ഒരാളാണ്. ഇതിന്റെ ഇടയിലുള്ള ഒരു പൊസിഷൻ ഉണ്ട്, അതായത് ഞാനിവിടെ മാനേജർ ആയ ടൈമിൽ അത്യാവശ്യം ഒത്ത വണ്ണത്തിന് എൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു, ഞാൻ ഫോട്ടോ കാണിക്കാം. ആ രീതിയിലാവണം. അതിന് വേണ്ടിയിട്ട് എനിക്ക് 3 to 4 kgs മാക്സിമം, ഏറ്റവും മാക്സിമം 5 kgs എനിക്ക് ലോസ് ചെയ്താൽ മതി. ആ ഒരു വണ്ണത്തിലോട്ട് എനിക്ക് എത്തിയാൽ മതി. പണ്ടത്തെ, അതായത് 2 years മുന്നേ ഉള്ള ഐശ്വര്യയുടെ രൂപത്തിലോട്ട് എനിക്ക് എത്തണമെന്നുണ്ടായില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്ര kgs വെയിറ്റ് ലോസ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡിയൽ വെയിറ്റ് കാണും, ഇത്ര kgs നിങ്ങൾക്ക് ലോസ് ചെയ്യണമെന്ന് കാണും. അതിനനുസരിച്ച് നിങ്ങൾക്ക് വർക്കൗട്ട് ലൈക്ക് ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകട്ടോ. നമുക്ക് 9 days ഡയറ്റും കാര്യങ്ങളും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ്ലി അതേ കാര്യങ്ങൾ ചില ഡേയ്സ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. സപ്ലിമെന്റ്സും കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിരുന്നു, പക്ഷെ ഡയറ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ചിലപ്പം കറക്റ്റ് അതേ രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പം ഏറ്റവും മിനിമം 6 kgs 5 kgs 6 kgs ചിലപ്പം വേണമെങ്കിൽ ലോസ് ചെയ്യാമായിരുന്നു. പക്ഷെ എനിക്ക് ചെയ്യണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ May 5 തൊട്ട് day 1 തൊട്ടിട്ട് ഞാൻ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലെ ഡിഫറൻസ് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. എനിക്കത് ലോസ് ചെയ്യണ്ടായിരുന്നു, എനിക്ക് മാക്സിമം പോയ 4 kgs വരെ ലോസ് ചെയ്താൽ മതിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു ഐഡിയൽ വെയിറ്റ് ഉണ്ട്, ഇത്ര kgs ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് 4 hour എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതേ രീതിയിൽ ഫോളോ ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ സീനിയർ ചാലഞ്ച് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്, പ്രോഡക്ട്സ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ Instagram ID ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ എന്നെ പേഴ്സണലി കണക്ട് ചെയ്താൽ മതി. സോ സീനിയർ ചാലഞ്ച് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളതും എങ്ങനെ നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളതും പോസ്റ്റ് കെയർ എങ്ങനെ ചെയ്യണമെന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടോ കേട്ടോ. സോ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ ടൈമിനുള്ളിൽ നല്ല രീതിയിൽ നിങ്ങളെ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം. സോ സീനിയർ ചാലഞ്ചിന്റെ പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ അടിയിൽ ഓരോ ഡേ ബൈ ഡേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ പ്ലേലിസ്റ്റ് ആയിട്ടും കുറച്ചധികം ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക്സിൽ ഈ വീഡിയോസ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും സീനിയർ എടുക്കുക, ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുക, വെയിറ്റ് ലോസ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടമുള്ള വെയിറ്റിൽ നിങ്ങളുടെ കണ്ണാടിയുടെ മുന്നിൽ നിങ്ങൾ നോക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.